വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 49 അധ്യായത്തിൽ പ്രവാചകന്മാരെയും വിശ്വാസത്തിലെ നേതാക്കളെയും സ്മരിക്കുന്നു. ജോസിയ രാജാവ് ദൈവത്തിന്റെ നിയമം പാലിച്ച മഹാനായ രാജാവായി സ്തുതിക്കപ്പെടുന്നു. അവൻ വിഗ്രഹാരാധനയെ ഇല്ലാതാക്കി ജനത്തെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുകയും ചെയ്തു. ജെറമിയ പ്രവാചകൻ ജനത്തിന് മുന്നറിയിപ്പ് നൽകി ദൈവത്തിന്റെ നിയമം സംരക്ഷിക്കാൻ പരിശ്രമിച്ചു. എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ ദർശനങ്ങൾ കണ്ട് ജനത്തെ ആശ്വസിപ്പിച്ചു. സെറുബാബേൽ എസ്രാ ദേവാലയം പുനർനിർമ്മിക്കാൻ നേതൃത്വം നൽകി. നെഹമ്യ മതിലുകൾ പുനർനിർമ്മിച്ചു, ജനത്തെ സംരക്ഷിച്ചു. എനോക്കും ജോസഫും വിശ്വാസത്തിൽ മഹത്വം നേടിയവരായി സ്മരിക്കപ്പെടുന്നു. 50 അധ്യായത്തിൽ മഹാപുരോഹിതനായ ശിമയോനെ സ്തുതിക്കുന്നു. അവൻ ദേവാലയത്തിൽ മഹിമയോടെ സേവനം ചെയ്ത് ജനങ്ങൾക്കു വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചു, ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിച്ചു. അവന്റെ സാന്നിധ്യം ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി. അവൻ ദൈവത്തിന്റെ നിയമം സംരക്ഷിച്ചു, ജനത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തി. പ്രഭാഷകൻ അവസാനത്തെ അധ്യായം സ്തുതിയും നന്ദിയും നിറഞ്ഞ പ്രാർത്ഥനയാണ്. എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ നേരിട്ട അപകടങ്ങളിൽ നിന്നും ദൈവം രക്ഷിച്ചതിനായി നന്ദി പറയുന്നു. ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്നും മരണത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. അവൻ ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന്റെ കരുണയും നീതിയും അവനെ ഉയർത്തി. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ ജ്ഞാനത്തെ തേടിയുള്ള പ്രാർത്ഥനയും ജ്ഞാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള സ്തുതിയും കാണാം. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് ഞാൻ കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. പ്രഭാഷകൻ 51 അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 28 പുസ്തകമായ പ്രഭാഷകൻ ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.